നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനിയും ശ്വസന തടസ്സവും മൂലം നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത് വ്യാജ വാർത്തയാണെന്നടക്കമുള്ള സൂചനകളും പുറത്തുവരികയാണ്. പനി മൂലം മോഹൻലാൽ വിശ്രമത്തിലാണെന്നും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയ വാർത്ത പിന്നീട് വരികയുമൊക്കെ ചെയ്തിരുന്നു. സിനിമാ നിരൂപകനും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എ ചന്ദ്രശേഖറാണ് വാർത്ത വ്യാജമാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി സൂചന നൽകിയത്. വിശ്രമിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് നേരത്തെ പങ്കെടുക്കാമെന്നേറ്റ ചടങ്ങിന്റെ സംഘാടകരെ വിളിച്ച് വിവരം പറയുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറിച്ചു. ചികിത്സ തേടി മോഹൻലാൽ ഒരു ആശുപത്രിയിലും പോയതായി തനിക്ക് അറിവില്ല എന്നും എ ചന്ദ്രശേഖരൻ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ലാലേട്ടന് അസുഖമായി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന പത്രവാർത്ത വ്യാപകമായി പ്രചരിക്കുകയാണ്. 2 ദിവസമായി. എന്റെ നേരറിവിൽ അദ്ദേഹം നേരിയ പനി മൂലം ഒരു ദിവസം വിശ്രമിക്കാൻ തീരുമാനിച്ചു എന്നതാണ് സത്യം. പനിക്ക് ചികിത്സ തേടാൻ അദ്ദേഹം ഒരു ആശുപത്രിയിലും പോയതായി അറിവില്ല. ഫോണിലൂടെ തന്നെ വിശ്രമിക്കാൻ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് നേരത്തെ ഏറ്റ ഔപചാരിക ചടങ്ങിൽ നീണ്ട യാത്ര വേണ്ട എന്ന് വെച്ച് മുൻകൂട്ടി സംഘാടകരെ അറിയിക്കുകയാണ് ഉണ്ടായത്. പ്രശസ്തർക്ക് എന്തെങ്കിലും പറ്റി എന്നത് എപ്പോഴും ചൂടുള്ള വാർത്തയാണല്ലോ. നിരന്തരം വിമാനത്തിൽ പോകുന്നവരും റോഡ് മാർഗെ പോകുന്നവരും അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വന്നിട്ടുള്ളത് ഓർത്തുപോയി ഇത് കേട്ടപ്പോൾ. അദ്ദേഹം എറണാകുളത്തെ വീട്ടിൽ സ്വസ്ഥനായിരിക്കുകയാണ്. സത്യാനന്തരകാലത്ത് മാധ്യമങ്ങൾ വസ്തുതാ പരിശോധനയിൽ പുലർത്തേണ്ട അതിസൂക്ഷ്മതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും ഈ സംഭവവും എന്ന് പറയാതെ വയ്യ എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഈ അമൃത ആശുപത്രിയിലെ ഡോക്ടറുടെ അടക്കം വാർത്താക്കുറിപ്പ് പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ചില ഇൻസ്റ്റഗ്രാം പേജിലടക്കം വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരുന്നത്. എന്തായാലും ഇതൊരു വ്യാജ വാർത്തയാണ് എന്നാണ് ഇപ്പോൾ അതായത് പത്രപ്രവർത്തകരും അതുപോലെ തന്നെ സിനിമാ നിരൂപകനും എഴുത്തുകാരനും ഒക്കെയായിരുന്ന മാധ്യമപ്രവർത്തകനും ഒക്കെയായിരുന്ന എ ചന്ദ്രശേഖറാണ് ഈ വാർത്ത വ്യാജമാണെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ള വിശദീകരണം ഒരുപക്ഷെ മോഹൻലാൽ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം മോഹൻലാൽ അദ്ദേഹത്തിന്റെ തന്നെ പേജിൽ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം വ്യാജ വാർത്തകളാണ് വരുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും അതിന്റെ സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട്.